പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോസ് എന്ന് പറഞ്ഞൊരു സോപ്പ്, റോസ് വാഷിംഗ് സോപ്പ്. ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റിൽ വരുന്നത്. വിസിബ് പിന്നെ കറ്റാർവാഴയുടെ ഒരു ആയുർവേദിക് സോപ്പ്.
banana. This masala. Like this strawberry. വാട്ടർ ടാങ്കുകളാണ്. ഓരോ പ്രോഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഇവിടെ തന്നെ ബ്രാൻഡിൻ്റെ ജിഞ്ചരി ഓയിൽ, 10 സൺഫ്ലവർ ഓയിൽ, പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, പാക്കിംഗ് സെക്ഷനാണ് ഈ കാണുന്നത്. അവിടെ വെച്ച് പാക്ക് ചെയ്യുന്നതാണ്. റോഡിലേക്ക് കയറാൻ പറ്റുമോ അറിയില്ല, വാദമില്ലാന്ന് തോന്നുന്നു. വെളിച്ചെണ്ണ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ്, 140 രൂപ. ശുദ്ധമായ വെളിച്ചെണ്ണ. ഫാക്ടറിക്കകത്ത് നമുക്ക് പ്രവേശനമില്ല, അത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വീഡിയോ എടുത്താൽ പറഞ്ഞു. ഞങ്ങൾ പുറത്തുനിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഉള്ളിലെ പാക്കിങ് സംഭവങ്ങളൊക്കെ അത്രയും ഹൈജീനിക് ആയ കാരണം അവർ കയറ്റി വിടുന്നില്ല. കാഡമം പ്രീമിയം കോഫി, ഇതിൻ്റെ വില റോസ്റ്റിയാണ്. പ്രിൻ്റ് അടിച്ചിട്ട് അതുപോലെ തന്നെ ഇത് അതിൻ്റെ ചായപ്പൊടി, കോഫി, അതിൻ്റെ തന്നെ സേമിയ. ബിരിയാണി അരിയാണ്. അവിടെ തന്നെ ബിരിയാണി അരി, കോംപ്ലി ബിരിയാണി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, കുരുമുളക് പൊടി, അങ്ങനെ പലതരം ഐറ്റംസ് നമുക്കിവിടെ കാണാം. ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടിയാണ്, ശുദ്ധമായ ഗോതമ്പ് പൊടിയാണ്. ഇതൊക്കെ ബൾക്കായിട്ട് കയറ്റി അയക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് കയറ്റി അയക്കാനുള്ളതല്ല.
അതല്ലേ ഓരോ ഫ്രാഞ്ചൈസികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബൾക്കാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടല്ലേ? അതെന്താ സാധനം? കറിപ്പരിപ്പ് അല്ലേ? വേറൊരു സ്റ്റൈല്. സാമ്പാർ പരിപ്പ് അങ്ങനത്തെ സാധനമല്ലല്ലോ. സാമ്പാർ പരിപ്പ് തന്നെ. അതിന്റെ അതിരിക്കുന്നത് സാമ്പാർ പരിപ്പ് തന്നെയാണ്. ഇതും സാമ്പാർ പരിപ്പ് തന്നെയാണ്. പിറകിൽ കാണുന്നൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്. ഫാക്ടറി അവിടെയാണ്. അവിടെ നിന്ന് പാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നത്. ഈ കാണുന്ന പ്രദേശം മുഴുവനും ഫാക്ടറി ആക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.